മുന്തിരി കളറിൽ കിട്ടിയിട്ടുണ്ട്. വയലറ്റ് കളർ പോയിട്ട് മുന്തിരി കളറായിട്ടുണ്ട്. നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സോറിയാസിന് തലയിൽ തേക്കുക, താരന് തലയിൽ തേക്കുക, ശരീരത്ത് മുഴുവൻ തേക്കുക, ഡ്രൈ സ്കിന്നിനൊക്കെ തേക്കാൻ നല്ലതാണ്. നമ്മൾ ആട്ടിയിട്ടുള്ള നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ദന്തപ്പാല എണ്ണ, ദന്തപ്പാല ഓയിൽ. ഇജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ദന്തപ്പാല കൊണ്ട് എണ്ണ ഉണ്ടാക്കുകയാണ്. ഇതാണ് ദന്തപ്പാല, നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. വെട്ടുപാല പറയും, അയ്യമ്പാല പറയും, അങ്ങനെ പല പേരുകളിലും ഉണ്ട്. ഇതുകൊണ്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതേമാതിരി പാല് വരും. ഇത് കണ്ടില്ലേ, ഇതാ പറിച്ചെടുത്ത് അങ്ങനെ പാല് വരിക. ഇതേമാതിരി ഇതാ ശരിക്കൂട്ടാ. അപ്പം മാൻ വലിച്ച് ഇട്ട് തരാം കേട്ടാ. സോറിയാസിസ്, അതേമാതിരി തലയിൽ താരൻ, ഡ്രൈ സ്കിന്നുള്ളവരൊക്കെ ഇതിനെ എണ്ണ ഉണ്ടാക്കിയിട്ട് ഇതിനെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വെയിലത്ത് വെച്ചെടുത്ത ശേഷം തേച്ച് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ഉള്ളിലേക്ക് മരുന്ന് കൊടുത്താലാണ് രോഗം മാറുക. ഒരു സമാധാനത്തിലാണ് ഇത് ചെയ്യുന്നത്, ഇത് കാച്ചി ഉണ്ടാക്കുന്നത്. ഇത് സാമ്യമുള്ള പല ഇലകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 5-6 ഇല എടുത്തിട്ട് ഇതങ്ങനെ 5-6 ഇല എടുത്തിട്ട് അങ്ങനെ പിച്ചിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് വെയിലത്ത് വയ്ക്കുക. അപ്പോൾ ഗണ്ണൻ്റെ നിറം മാറിയിട്ട് ഒരു വയലറ്റ് കളർ മാതിരി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ദന്തപ്പാല എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാത്തതിന് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഒരേമാതിരി ഉണ്ടാവും. അങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെടി എല്ലാവരും വീട്ടിൽ വാങ്ങി വെക്കണം, നട്ടു വളർത്തണം. വളരെ ഗുണമുള്ള ചെടിയാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും വെട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആയുർവേദിക് ചെടികളൊന്നും ഇല്ല. നമ്മളപ്പോൾ ഇതിൻ്റെ വില അറിഞ്ഞിട്ട് വെച്ച് പിടിപ്പിച്ചാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന്. ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് ഈ ചെടി ഇവിടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല. ഇതിൻ്റെ വില എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ചെടി ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കണം. ഞങ്ങൾ വീട്ടിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൗകര്യമുള്ളവരൊക്കെ ഇതേമാതിരി ചെടികളൊക്കെ കിട്ടുമ്പോൾ വാങ്ങി വെക്കണം. ഔഷധ ചെടികൾ പലതരമുണ്ട്. എല്ലാ ഔഷധ ചെടികളും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശുചിക്കുട്ടി താലത്ത് പിടിച്ചിട്ട് വരുമാതിരി ഒറ്റ കൈ കൊണ്ട് സിമ്പിളായിട്ട് പിടിച്ചു തരുന്നു, ബാലൻസ് ചെയ്തിട്ട്. കേട്ടില്ലേ, ഇവിടെ ആണ്ട് പിടിച്ചിട്ട് വരില്ല അവന്. ദന്തപ്പാലയൊക്കെ പറിച്ച് വെയിലത്ത് വെക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ഇതാ ആകാശമൊക്കെ കറുത്തിരുട്ടായി, വെയിൽ പോയി. എന്തായാലും നമുക്ക് വെക്കാം, വെയിലത്ത് വെക്കാം. വെയിലിങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ 1 കിലോ എനിക്ക് 1 കിലോ വെളിച്ചെണ്ണ എന്നാണ് പറയണത്. അപ്പോൾ നമ്മത് 1 കിലോ എടുത്തിട്ടുണ്ട് ഇല. ഇനി നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ദന്തപ്പാല ഇല ഇതേമാതിരി ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാകാൻ പറ്റില്ല. ഇതേമാതിരി പിച്ചി ഇടുക. കല്ലും കൊണ്ട് കുത്തി ചായച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഇതിലൊരു പാലുണ്ടാവും, അത് കയ്യിൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഒട്ടും. അപ്പോൾ ഇങ്ങനെ കുത്തി ചായച്ചിട്ട ശേഷമാണ് നമ്മളതിന് എണ്ണ ഒഴിക്കുന്നത്. അതേമാതിരി ഇത് ഇരുമ്പ് ചട്ടിയിലൊന്നും കത്തിയൊന്നും ഇതിൽ തട്ടാൻ പറ്റില്ല. ഇരുമ്പ് കത്തികളൊന്നും തട്ടാൻ പറ്റില്ല. ഇങ്ങനെ പിച്ചുക, അല്ലെങ്കിൽ കല്ലും കൊണ്ട് കുത്തി ചതയ്ക്കുക. അപ്പം നമ്മൾ ഈ ചെടി പറഞ്ഞാൽ ഇത് അപൂർവമായിട്ടുള്ള ചെടിയാണ്. മുമ്പ് നാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നുള്ള തലമുറകൾക്ക് ഈ ചെടി എന്താണെന്നോ ഇതിൻ്റെ ഗുണം എന്താണെന്നോ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഗുണം അറിഞ്ഞിട്ട് ഒരാൾ ഈ ചെടീൻ്റെ ഇല എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഇത് എവിടെ നോക്കുമ്പോൾ കിട്ടാനില്ല. പിന്നെ തൃശ്ശൂർ കിട്ടും. അവിടെ ആയുർവേദിക്കിൻ്റെ അവിടെ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാർ വലിച്ചു കൊണ്ടുവന്ന് കൊടുക്കും, അവിടെ കിട്ടും. പക്ഷെ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ടെങ്കിൽ ഈ ചെടിയോ ആർക്കും അറിയില്ല. ഇതിൻ്റെ ഇതേമാതിരിയുള്ള ഇലയുള്ള ഒരുപാട് മരങ്ങളും ചെടികളും ഉണ്ട്. അപ്പോൾ അതൊന്നും പറിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ തൃശ്ശൂർ വെള്ളാനി സർവകലാശാലയുണ്ട്, ഈ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഈ ചെടി പോയി വാങ്ങിയത്. അവിടെ 20 രൂപയുള്ളത്. എത്ര നാളുണ്ടായിരുന്നു ചെടി. ഞാൻ 2-3 വാങ്ങിയത് വെച്ച് പിടിപ്പിച്ചാണ് അത് വലുതായതാണ്. ഇങ്ങനത്തെ ഉള്ള ഔഷധ ഗുണമുള്ള നല്ല ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ വെച്ച് പിടിപ്പിക്കണം. അല്ലാണ്ട് ഈ മരുന്ന് ചെടി പറഞ്ഞ് നമ്മൾ ആ സമയത്ത് പോയി പറഞ്ഞാൽ കിട്ടില്ല. കറിവേപ്പില, അങ്ങനെയുള്ള ഓരോരോ മുരിങ്ങ, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ പ്രദേശത്തിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പലവർക്കും ഗുണമാണ്, പലവർക്കും നല്ല ഗുണം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആയുർവേദിക് ചെടികളൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം. ഇതിപ്പോൾ വേണം പറഞ്ഞ് പോയാൽ കടയിൽ പോയാൽ നമുക്ക് അത്ര വകയൊന്നും കിട്ടില്ല ഈ ഇലകൾ. ബാക്കി സ്വർണ്ണം അടക്കം പൈസ കൊടുത്താൽ കിട്ടും. ഇത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മളിതൊക്കെ വെച്ച് പിടിപ്പിക്കുക. പിന്നെ ചിലവിടെ നമ്മുടെ അവിടെ ചെടി ഉണ്ടാവും, ഇതെന്താണെന്ന് ചിലവർക്ക് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ അറിയണത് പറഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഇതിന്ന് ഒരു വയലറ്റ് കളർ വരും. ആ കളർ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ദന്തപ്പാലയാണ് എന്നുള്ളത് അറിയണത്. അപ്പം നമ്മളിത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതങ്ങനെ ഒരു പിടി ഇല എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വയലറ്റ് കളറിൽ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ, കളർ മാറുന്നുണ്ടെങ്കിൽ ദന്തപ്പാലയാണ് നമുക്ക് വിശ്വസിക്കാം.
അങ്ങനെയാണ് ഈ ചെടിനെ പറ്റി മനസ്സിലാക്കുന്നത്. ശരിക്കുട്ടി ചെയ്യും. ഇരുമ്പ് കത്തി ഇതിൽ തൊടാൻ പറ്റില്ല, അതേമാതിരി ഇരുമ്പ് പാത്രത്തിൽ ഉണക്കാൻ പറ്റില്ല. ഓട്ടിൻ്റെ ഉരുളിൽ ഉണക്കാം, സ്റ്റീൽ പാത്രത്തിൽ ഉണക്കാം, ഗ്ലാസ് പാത്രങ്ങളിലൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പം നല്ല ഒറിജിനൽ ആട്ടിയ എണ്ണ വേണം. അതിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എണ്ണകളൊക്കെ മായമുണ്ട്, വില കൂടുതലും ഉണ്ട്. അപ്പം നമുക്കിത് ഗുണം കിട്ടില്ല. പിന്നെ അതുമാതിരി തന്നെ ഇതുകൊണ്ട് സോറിയാസിസ് മാറണമെന്നില്ല. ഇത് നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നുകൾ, ഈ കോശങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ വളർന്ന് വലുതാകും. 21 ദിവസം കൊണ്ടും വളരേണ്ട കോശങ്ങൾ അതിൻ്റെ മുമ്പ് വളരുകയാണ്. അമിതമായ കോശ വളർച്ചയാണ് അതിന് കാരണം. ഇല നമ്മൾ തേക്കുക പറഞ്ഞാൽ അത് മാറുകയല്ല. ഇല തേക്കുന്നത് സമാധാനം കിട്ടാനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് രോഗം ഉണ്ടാക്കുന്നത്. പുറത്ത് വന്ന സാധനത്തിനെ മാറ്റുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. രോഗം മാറണമെങ്കിൽ ഉള്ളിൽ നിന്ന് മാറണം. അത് നമ്മൾ മാനസികമായ സംഘർഷം, പിന്നെ തെറ്റായ ഭക്ഷണ രീതി, അങ്ങനെ പിന്നെ നമ്മൾ കഴിക്കുന്ന വിഷാംശങ്ങൾ, ആഹാരത്തിലുള്ള വിഷാംശങ്ങൾ, മാനസിക സംഘർഷം, ഉറക്കക്കുറവ്, അങ്ങനെ പല കാരണങ്ങളാണ് ഇതുണ്ടാകാൻ കാരണം. അത് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ചില ആളുകൾക്ക് ചില ശരീരത്തേക്ക് ചേരില്ല. ഈ വാദ സ്വഭാവമുള്ളവർ, അങ്ങനെയുള്ളവർക്കൊന്നും ചേരില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ആദ്യം മരുന്ന് കഴിച്ചാൽ മാറും, പിന്നെയും വരും. കുറച്ച് 5-6 മാസം കഴിഞ്ഞാൽ പിന്നെയും മാറും, പിന്നെയും വരും. അങ്ങനെയാണ്. പക്ഷെ സ്ഥിരം നമുക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഭക്ഷണശീലം മാറ്റുമ്പോഴാണ് പിന്നെയും വരുന്നത്. ഈ സോറിയാസ് ഉള്ളവർ ഈ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, ഉറക്കം കറക്റ്റാക്കുക, മാനസിക സംഘർഷം ഇല്ലാണ്ടിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, തെറ്റായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ഇത് പലവർക്കും നല്ല മാറ്റങ്ങളുണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാനസിക സംഘർഷം ഉള്ള ഒരു അസുഖമാണ് സോറിയാസിസ്. ഈ അസുഖം പകരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്വന്തമായി നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടി, നമുക്ക് ഈ ചെടിയും ഉണ്ട്. അപ്പോൾ ഈ എണ്ണ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ എല്ലായും ഈ എണ്ണ കച്ചവടം ചെയ്യാനൊന്നുമല്ല. നമുക്ക് യൂട്യൂബിലേക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ഈ എണ്ണ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഊറ്റിയെടുക്കും. ഊറ്റി അരിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു 2 വർഷം വരെ 3 വർഷം വരെയൊക്കെ ഇത് കേട് വരാതിരിക്കുന്നതാണ് പറയണത്. എനിക്കത് അനുഭവമില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, അങ്ങനെയാണ് പറയണത്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഈ സോറിയാസ് ഒക്കെ പെട്ടെന്ന് വരിക. അപ്പോൾ അവർക്ക് മേലെയൊക്കെ തേക്കാം. പിന്നെ താരം വരുന്നവർക്ക് തേക്കാം. പിന്നെ നമ്മൾ തലയിലൊക്കെ ഇത് തേക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഉള്ളിക്കാണ് ഇറങ്ങേണ്ടത്. മുടിൻ്റെ പുറത്ത് തേച്ചിട്ട് കാര്യമില്ല. നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മുടിയൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അതൊക്കെ ബലം കട്ടതാണ്. അത് കൊഴിഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നീട് അതൊക്കെ താരനൊക്കെ പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ താരനുള്ളവർക്ക് ചേർക്കുക. ശരീരത്തിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് മേലെയൊക്കെ തേച്ച് കുടിക്കുക. സോപ്പ് തേക്കാണ്ട് കുടിക്കണം. പിന്നെ കടലമാവിട്ട് തേച്ച് കുടിക്കുക. അങ്ങനെ ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല സോപ്പൊക്കെ ഇട്ട് തേച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കുക. ഈ ചെടിനെ പറ്റി മനസ്സിലാക്കുക. ഈ ചെടി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദന്തപ്പാലിയും ഒരേമാതിരിയല്ല. ഞാൻ ചെയ്യണമാതിരി ചെയ്ത് കഴിഞ്ഞ് ഈ കളറ് വന്നാൽ മാത്രമേ അതിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് തേച്ചത് കൊണ്ടാണ് രോഗം മാറുന്നത് പറയാൻ പറ്റില്ല. രോഗം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഉള്ളിലാണ് നമ്മൾ ചികിത്സ നടത്തേണ്ടത്. അത് ഡോക്ടറിൻ്റെ അടുത്തും ഹോസ്പിറ്റലിലൊക്കെ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മേലിൽ വന്ന ആ ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പണി. അല്ലാണ്ട് ഉള്ളിലുള്ള പണി മാറ്റണമെങ്കിൽ അതിന് വേറെ മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കണം. പിന്നെ ഇങ്ങനെയുള്ളത് പകരില്ല. നമ്മൾ അതുകൊണ്ട് അവിനെ ഒഴിവാക്കാൻ പറ്റില്ല. അവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ചിലർ അവിനെയൊക്കെ തൊടാനൊക്കെ വിഷമം കാണിക്കും. അങ്ങനെയും നമ്മൾ കാണിക്കാൻ പറ്റില്ല. ഇത് പകരുന്ന രോഗമല്ല, ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രോഗമാണ്. പിന്നെ ഈ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഓട്ട് പാത്രം, ഈ 2 പാത്രമേ പറ്റുള്ളൂ. അലുമിനിയം പാത്രം ഇരുമ്പൊന്നും പറ്റില്ല. അപ്പം നമ്മൾ പിച്ചിയിട്ട് ഇലകൾ ഇതാ അങ്ങനെ ഇടുകയാണ്. ഇനി ഇച്ചിരി കൂട്ടം എണ്ണ ഒഴുക്കി, വെളിച്ചെണ്ണ ഒഴുക്കി, ആട്ടിയ വെളിച്ചെണ്ണ ഒഴുക്കി. ഇതിലൊഴിച്ചോ? ഒഴിച്ചങ്ങനെ ഒഴിച്ചിങ്ങനെ. ഇനി കുറച്ചും കൂടി. 1 കിലോയ്ക്ക് 1 കിലോ എണ്ണ എന്നാണ് പറയുന്നത് കണക്ക്. അപ്പോൾ നമ്മളിത് ഇലയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ആട്ടിയ വെളിച്ചെണ്ണ നിറച്ചൊഴിച്ച് വെക്കുക. ഇതാ ഇനി ഇതിനെ നമുക്ക് വെയിലത്തെടുത്ത് വെക്കാം. വെയിലത്ത് വയ്ക്കുക. ഇവിടെ വയ്ക്കുക. വെയിൽ വരട്ടെ.
വെയിലത്ത് വയ്ക്കാം. 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ദന്തപ്പാലിൻ്റെ കളറ് കാണാം. ഇതാ വയലറ്റ് കളർ കണ്ടില്ലേ? ഇതാ ഈ വയലറ്റ് കളർ മാതിരിയായി. ഇതിൽ കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നു. ഇതിലിതാ നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഞാനിതിന് മാറ്റണം സൈഡിക്ക്. നല്ല കളർ. ഇത് കട്ടി കൂടിയതിൽ കൊണ്ടാണ് കളർ കാണാത്തത്. ഈ ലെവലിൽ വന്നിട്ടുണ്ട്. ഇതാ തലയിൽ തലയിൽ തേക്ക, മേലെ തേക്ക. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. ഇത് കട്ടിയുള്ള കൊണ്ടാണ് കളർ അറിയാത്തത്. അപ്പോൾ ഇതിൻ്റെ നിറം ഞാനിതാ ക്ലാസ്സിലൊഴിച്ച് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടില്ലേ? ഇതാ നല്ല നിറത്തിലുണ്ട്. ഇതാ വയലറ്റ് കളറിലിതാ വയലറ്റ് കളർ. എത്ര മണിക്കൂർ വെക്കണം ഇനി വെയിലത്ത്? ഇനി 2 ദിവസമൊക്കെ വെക്കണം. ഇതിൽ കളർ വരുന്ന വരെ വെക്കുക തന്നെ. പിന്നെ അരിച്ച ശേഷം കുപ്പിയിലാക്കാം അല്ലേ? അരിച്ച ശേഷം ബോട്ടിലാക്കി വെക്കുക. ഇത് 2ാം ദിവസമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു റെഡ് കളർ മാതിരി മുന്തിരിങ്ങൻ്റെ കളർ, മുന്തിരി ജ്യൂസിൻ്റെ കളറായിട്ടുണ്ട്. ഇത് കണ്ടില്ല? മുന്തിരി ജ്യൂസിൻ്റെ കളർ. അങ്ങനെ ആയിരിക്കേണ്ടതാ. ഇനി ഇത് കളർ മാറുമോ? ഇനി എന്ത് കളറിക്കൊക്കെ വരുന്നുള്ളത് എനിക്കും അറിയില്ല. ഇപ്പോൾ ഈ കളറായിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. നമ്മളിവിടെ ചെടി വെച്ചതാണല്ലോ, അപ്പോൾ നമ്മൾ പരീക്ഷിക്കുകയാണ്. എന്തായാലും നമ്മൾ 2 ദിവസം കൂടി വെയിലത്ത് വെക്കും ഇതിനെ. പക്ഷെ കുറേ ദിവസം വെക്കുമ്പോൾ ഇതിൻ്റെ കളർ കുറയുന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇല തിരിച്ചെടുക്കുന്ന ഇല റിട്ടേൺ തിരിച്ചെടുക്കുന്ന, അതിൻ്റെ കളർ പോകുന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. നമ്മൾ എന്തായാലും ഒരു 2 ദിവസം കൂടി വെക്കും. വെച്ച ശേഷമാണ് തണലിൽ വെക്കണമെന്നാ പറയുന്നത്. അധികം വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു വളം വെയിലത്താണ് ഇതിനെ വെച്ചെടുക്കേണ്ടത്. അല്ല, ഇനി കൃത്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അത് പറയണം വീഡിയോയിൽ കമൻറ്റിലൂടെ. എന്തെങ്കിലും തെറ്റോ കുറവുണ്ടെങ്കിൽ. നമുക്കിത് ഉണ്ടാക്കി പരിചയം അതൊന്നുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ പറയണം. കുട്ട സൂപ്പറായി വേണ്ടിയതാ ദന്തപ്പാലെണ്ണ മുന്തിരിച്ചാറ് മാതിരി വെച്ചിരിക്കുകയാണ് കുപ്പിയിൽ. നന്നായി വന്നിട്ടുണ്ട്. ഇതാ സൂപ്പറായി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ മുന്തിരി കളറിൽ കിട്ടിയിട്ടുണ്ട്. വയലറ്റ് കളർ പോയിട്ട് മുന്തിരി കളറായിട്ടുണ്ട്. നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സോറിയാസിന് തലയിൽ തേക്ക, താരന് തലയിൽ തേക്ക, ശരീരത്ത് മുഴുവൻ തേക്ക, ഡ്രൈ സ്കിന്നിനൊക്കെ തേക്കാൻ നല്ലതാണ്. നമ്മൾ ആട്ടിയിട്ടുള്ള നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ദന്തപ്പാല എണ്ണ, ദന്തപ്പാല ഓയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.